ഹായ് മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 2 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കാം. ക്യുക്ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ലൈമും ഹീറ്റുമായിട്ട് മാറുന്നു. നീറ്റ് കക്ക ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ചുണ്ണാമ്പ് വെള്ളവും താപവും ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. സോ ഐഡന്റിഫൈ ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇവിടുത്തെ അഭികാരം ഉൽപ്പന്നം കണ്ടെത്തുക. അപ്പൊ മക്കളെ, ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, നിങ്ങൾ കൂടുതൽ ഒന്നും ചിന്തിക്കണ്ട. ഈ ആരോ മാർക്കിന്റെ ഇടതുവശത്തുള്ളത് റിയാക്ടൻസ്, വലതുവശത്തുള്ളത് പ്രോഡക്റ്റ്. ലെഫ്റ്റ് സൈഡിലുള്ളത് അഭികാരകം, റൈറ്റ് സൈഡിലുള്ളത് ഉൽപ്പന്നം. സിമ്പിൾ അല്ലേ? സോ അഭികാരകങ്ങൾ അഥവാ റിയാക്ടൻസ് ആരൊക്കെയായിരിക്കും? ഇവിടുത്തെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ക്യുക്ലൈമും വാട്ടറുമാണ്. ഇവര് രണ്ടുപേരും റിയാക്ടൻസ്. അതാണ് നമ്മൾ സാറിട്ട് വെച്ചത് കേട്ടോ. അഭികാരകം എന്ന് പറയുന്നത് നീറ്റ് കക്കയും ജലവുമാണ്. അപ്പൊ ഉൽപ്പന്നമാരാ? ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിലുള്ള ആള് നമ്മുടെ ലൈം അഥവാ ചുണ്ണാമ്പ് വെള്ളമാണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ഇതുപോലെ ഏത് റിയാക്ഷൻ തന്നാലും കണ്ടെടുത്താൻ അറിഞ്ഞിരിക്കണം. ഇനി ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ നാമം എന്ത്? വാട്ട് ഈസ് എ ജനറൽ നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്? ഇവിടെ എന്റെ നോക്കിക്കേ, ക്യുക്ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ കുറച്ച് ഹീറ്റ് ചെയ്യപ്പെട്ടു അല്ലെ, കുറച്ച് താപം പുറത്തേക്ക് വന്നു. അപ്പൊ ഹീറ്റ് റിലീസ് ചെയ്താൽ ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് എന്നത് റിലീസ് ചെയ്താൽ അതിനെ നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം അല്ലെ. താപമോചക പ്രവർത്തനം എന്ന് പറയാൻ സാധിക്കും. താപത്തെ പുറത്തേക്ക് വിട്ടാൽ, താപത്തെ ആഗിരണം ചെയ്താൽ എൻഡോതെർമിക് അഥവാ താപ ആഗിരണ പ്രവർത്തനം. അപ്പൊ ഇവിടെ ചുണ്ണാമ്പ് വെള്ളം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടും, എക്സോതെർമിക്ക. അങ്ങനെയാണെങ്കിൽ ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ വേറൊരു പേരൂടെ വിളിക്കും. അതായത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്താൽ അത്തരം റിയാക്ഷൻസിന് വേറൊരു പേരൂടെ പറയും. ആ പേര് എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.